ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. 20 നാരങ്ങ എടുക്കുക. ഇത് കഴുകി തുടച്ച് പിന്നെ 4 കഷ്ണങ്ങളാക്കി ഇതേപോലെ കണ്ടിച്ചിട്ട് ഒരു ചട്ടി എടുത്ത് ചട്ടിയിലോട്ട് ഇത് ഇടുക. ഇതേപോലെ ഒരു ചട്ടിയിലോട്ട് വെക്കുക. അതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, ചതച്ചിടണം. നമുക്ക് വേണ്ട പോലെ ഉപ്പ് പൊടി ആവശ്യത്തിന്. 20 നാരങ്ങയ്ക്ക് 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം, നോക്കിയിട്ട് അതനുസരിച്ച് വീണ്ടും കടുക് വറുത്ത് ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അതേപോലെ കയ്പ്പ് ഉള്ള നാരങ്ങ ആയതുകൊണ്ട് നമ്മൾ 3 സ്പൂൺ പഞ്ചസാര, കയ്പ്പ് കൂടുതലാകാതിരിക്കാൻ പഞ്ചസാര ഇട്ടിട്ട് സ്വല്പം കരിയാപ്പിലയും ഇട്ട് 1 സ്പൂൺ മുളക് പൊടി ഇപ്പം ഇടും. അതിനുശേഷം നമ്മൾ കടുക് വറുക്കുമ്പോൾ വീണ്ടും മുളക് പൊടി ഇടുന്നതാണ്. ഇത്ര ഇട്ടിട്ട് ഇത് തീ കത്തിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇരുന്ന് വെള്ളം ഇറങ്ങി എല്ലാം റെഡി. ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങട്ടെ. ചെറിയ തീ കിടന്നത് വെള്ളം ഇറങ്ങി വിടണം. കണ്ടോ, ഇത്രയും ഇറങ്ങി. കണ്ടോ, 2 മിനിറ്റ് കൊണ്ട് ഇത്രയും ഇറങ്ങി. പഞ്ചസാരയുടെ ഉപ്പിന്റെയും നാരങ്ങയുടെ വെള്ളമാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ പറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്ക് ഇത് ചെയ്യാം, അച്ചാറാക്കി എടുക്കാം. അല്ലെങ്കിൽ നാളെ എടുത്തിട്ട് നാളെ എടുക്കുന്നത് നല്ലത്. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് പിടിക്കും നാരങ്ങയില്. അപ്പം നിങ്ങൾക്ക് അത്രയും സൗകര്യമായിരിക്കും. കേടുകൂടാതെ മാസങ്ങളോളം, 1 വർഷത്തിൽ കൂടുതലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഇരിക്കും. അത് എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ ഞാൻ കൊടുത്തു വിട്ടിരുന്നവരൊക്കെ നല്ലതായിട്ട് വർഷങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. വെളിയിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ പൊടി ഇട്ടു. നിങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ, എല്ലാം കറക്റ്റ് ആണോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ് വേണോ പഞ്ചസാര വേണോ എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഉപ്പ് ഇട്ടു, അതേപോലെ തന്നെ പഞ്ചസാര കയ്പ് നല്ലതായിട്ടുണ്ട്. കയ്പുള്ള നാരങ്ങയാണിത്. അപ്പൊ അതുകൊണ്ട് കയ്പുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇതേപോലെ നിങ്ങൾക്ക് വെള്ളം ഇറങ്ങണം. ഇതങ്ങ് പറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. അതെ, നമ്മൾ ഇന്നലെ വെച്ചിരുന്ന നാരങ്ങ ഇതേപോലെ പറ്റി ഇത്രയായി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചു. അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുക. 1, 2, 3, 4, 5, 6 സ്പൂൺ എണ്ണ ഞാനിതിന് ഒഴിച്ചു. എന്നിട്ട് അതിന് ശേഷം അത് ചൂടായതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇടുകയാണ്. നമ്മൾ നേരത്തെ ആദ്യം അത് അടുപ്പിൽ വെച്ചപ്പോഴും ഇച്ചിരി ഇഞ്ചി ഇട്ടു. അതുകൊണ്ട് ഒരു 2 സ്പൂൺ ഇഞ്ചിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 2 സ്പൂൺ ഇഞ്ചിയുടെ ഓൾറെഡി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ നാരങ്ങയിൽ ഇന്നലെ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇഞ്ചിയും ഗാർലിക്കും മതി. 2 സ്പൂണോട് ചേർത്തിട്ടുണ്ട്. ഇത് 30 നാരങ്ങയുടെ കണക്കാണ് ഈ പറയുന്നത്. അതിനകത്തോട്ട് ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1, 2, 3, 3.5 സ്പൂൺ. ഇന്നലെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നു. അതിനകത്ത് 1 സ്പൂൺ ഇട്ടായിരുന്നു. അതുകൊണ്ട് ഒരു 3 സ്പൂൺ കൂടെ ആഡ് ചെയ്തു. ഇച്ചിരിയോടെ എരിവ് വേണ്ടവര് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടത്, അതനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ കറക്റ്റ് പാകം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഉലുവാപ്പൊടി. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണേ നിങ്ങൾ എല്ലാ പൊടികളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുളക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കായപ്പൊടി, ഇത്തിരി കായപ്പൊടിയോട്. അതിനുശേഷം 2 സ്പൂൺ വിനീഗർ. ഓൾറെഡി നമ്മുടെ നാരങ്ങ ആയിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പം ചേർത്ത് വെച്ച മസാല കൂട്ടുകൂടെ നമ്മളിപ്പം ഈ നാരങ്ങയിലായിട്ട് ആഡ് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു ദിവസം വെച്ചോണ്ടാണ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത്. ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കുപ്പിയിലാക്കിയിട്ട് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ പുറത്തിരിക്കും. കുറേ ദിവസങ്ങൾ ഇരിക്കും. നിങ്ങൾക്ക് ലോങ് ടേമിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അല്ല നിങ്ങൾക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ മേളിൽ ചൂടാക്കിയ എണ്ണ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചീത്തയാകാതെ പുറത്തിരിക്കാൻ വേണ്ടി എണ്ണ നെടൊക്കെ ഒഴിച്ചു വെച്ചിരുന്ന എത്ര ദിവസം വേണേലും ഇരുന്നു.
അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറ്, നാരങ്ങ അച്ചാറ്. നമ്മുടെ അച്ചാറിത് റെഡി ആയിട്ട് കഴിയുന്നു. ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് ഒരു ദിവസം വെച്ചോണ്ട് ഇത്തിരി കൂടെ അലിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അലിഞ്ഞ അച്ചാറായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതേപോലെ നിങ്ങളും അച്ചാറൊക്കെ ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അതേപോലെ തന്നെ ഇനിയും പലതരം അച്ചാറുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോഴെല്ലാം മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ പ്രസന്റ് ടേക്ക് കെയർ, ബൈ ബൈ.